നോക്കാമോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല? കാണുന്നില്ല. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. പ്ലേ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. I'll try now. ഓക്കെ. മ്യൂസിക് വരുന്നില്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഇടാം. മ്യൂസിക് അതിന്റെ കൂടെ ഇട്ടാ മതി അല്ലേ? പ്രകീർണ പുഷ്പാണ ഹരിചരണയോ ചരദിന്ദു നിഭാ കേൾക്കുന്നില്ല. വരദാ വരദാ ശാരദാ കേൾക്കാമോ? It was okay. Now it's okay, I think. ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകും. ബ്രേക്ക് ആയി. അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ. നല്ല ഭംഗിയുള്ള ഒരു പൂജാമുറിയായിരുന്നു. എന്റെ സൂം പോയി. ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ഓക്കെ. എന്നെ കാണാമല്ലോ അല്ലേ? അടുത്തത് ഒരു വെൽക്കം സ്പീച്ച് ബൈ നമ്മുടെ GC ആണ്, രഞ്ജിനി മാഡം. എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. ഇപ്പം നമ്മള് L2 തീരാൻ പോകുന്നു. L3ലോട്ട് കാല് വയ്ക്കാൻ പോകുന്നു. But it's a sort of a sad, happy feeling. Something new is going to start, and something not so new, but something not so old also is about to finish. Someone we might still see Smita Chetty as our teacher next year. Well, not next year, 29th തുടങ്ങാൻ പോവാന്ന് കേട്ടത്. അല്ലേ ചേച്ചി? The next level March 29th start. 29th. And you all know Smita Chetty very well, and you all know and love her very, very much. And we'll be sad to see her to leave her. But the way to think of it is change is one thing നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അല്ലേ? അപ്പം എപ്പോഴും ഒരു നല്ല ചേഞ്ചിനായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ലെവലിലോട്ട്
പോകാം. നമ്മളെല്ലാരും ഇത്രയും നാള് കൂടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് at least we were together for this long. And we were lucky to be together. And for that, we have to thank Sri Krishnan. We learned that Sri Krishnan, through Sri Krishnan, that and നമ്മൾ കൂടുതൽ വായിക്കുമ്പോഴും നമ്മള് ശ്രീകൃഷ്ണൻ പറയും ഭക്തിയോഗമാണ് കൂടുതൽ നമ്മള് അറിയേണ്ടതും പഠിക്കേണ്ടതും. അപ്പം അത് കുറച്ചുകൂടെ പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മള് കർമ്മത്തിൽ കൂടെ ശരിയാക്കാനും നമ്മൾ അടുത്ത ഫ്യൂ സ്റ്റെപ്സിൽ കൂടെ like Sridharji says, ചാർധാം സ്റ്റെപ്സിൽ കൂടെ പോകുന്നത്. And so നമ്മുടെ ചീഫ് ഗസ്റ്റ് Sudha ma'am വരുന്നവരെ we will wait to introduce her, but other than നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. വന്നോ? യെസ്. Okay. Sudhaji is a level 1 to 4 teacher from Mumbai. ഇംഗ്ലീഷിൽ പറയാതെ മലയാളത്തിൽ പറ, എന്തിനൊക്കെ മനസ്സിലാവണ്ടേ. ഇതിലെ എന്തോ ഒരു ഇത് എല്ലാ ഭാഷയും അറിയാം. എല്ലാ ഭാഷയും അറിയാം. എല്ലാ ഭാഷയും അറിയാം പുള്ളിക്കാരിക്ക്. ഞാൻ വായിക്കുമായിരുന്നു പുള്ളിക്കാരുടെ ഭയങ്കര പാടാണ്. സുധാജി जय श्री कृष्ण. जय श्री कृष्ण. जय श्री कृष्ण रंजनी जी. जय श्री कृष्ण स्मिता जी. ജയ് ശ്രീകൃഷ്ണ. സുധാജിയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. സുധാജി എന്ന് പറയുന്ന സുധാജി മുംബൈയിലാണ് താമസിക്കുന്നത്, മലയാളിയാണ്. പിന്നെ സുധാജി 2001 നമ്മുടെ ഗീതാ പരിവാറിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ടെക്സ് പഠിക്കുന്നതോടൊപ്പം ടെക്സ് സേവ ചെയ്തു. അതിനുശേഷം ട്രെയിനറായി ഇപ്പോൾ ലെവൽ 4 വരെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഗീതാ പ്രചാരക് സേവയും ചെയ്യുന്നു. സുധാജി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഗീതാ പരിവാറിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അവിടെ സുധാജി ഹസ്ബൻഡ് രണ്ടുപേരും അനിൽകുമാർ പിള്ളൈജി, അവർ രണ്ടുപേരും ഗീതാ പരിവാറിന്റെ പ്രചാരകരാണ്. നന്നായി പ്രവർത്തിക്കുന്നവരാണ്. ഗീതാ പ്രചാരണത്തിന് വേണ്ടി നന്നായി രണ്ടുപേരും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. വെൽക്കം സുധാജി. जय श्री कृष्ण. जय श्री कृष्ण स्मिता जी. थैंक you. ജയ് ശ്രീ കൃഷ്ണ. जय श्री कृष्ण ശ്രീധർ ഭയ്യ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എല്ലാരും ചീഫ് ഗസ്റ്റ് ഒന്നും പറയാനുള്ള ഇതില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഇതൊരു ഗീതാ പരിവാറില് കുറെ പേര് നമ്മുടെ മലയാളം ബാച്ചസ് നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആസ് എ ട്രെയിനർ, ആസ് എ ഗീതാ സേവി, സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും ഗീതാ സേവ ചെയ്യുന്നത് ആൾക്കാരാ. അപ്പൊ എല്ലാരെയും കാണാനും എല്ലാവർക്കും ഒരു കോൺഗ്രാറ്റുലേഷൻസ് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. എല്ലാരും ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തു, ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തു 2 ചാപ്റ്റർ, ലെവൽ 2 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ലെവൽ 3 ലെവൽ 4 എങ്ങനെയും ഭഗവത്ഗീതയുടെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആക്കണം. വയ്യ പറഞ്ഞ പോലെ ചാർധാം തന്നെ ഇത്. സത്യം പറഞ്ഞ ഇത് നമ്മുടെ ഒരു സ്പിരിച്വൽ ജേർണിയാ. നമ്മളിത് 4 ലെവലിൽ തീർക്കും. അപ്പൊ ഇത് ലെവൽ 2 കംപ്ലീറ്റ് ആയി. ലെവൽ 1 ലെവൽ 2 ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ നമുക്ക് സംസ്കൃത് അറിയത്തില്ല, നമുക്ക് ഇത് ഇത്രയും ടഫ് ആന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ വായിക്കാനും ഇപ്പൊ ഗീതാ പരിവാറിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ട്രെയിനേഴ്സ് ഒക്കെ എത്ര വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ GC ഉണ്ട്, ടെക് ഉണ്ട്. അത് മാത്രമല്ല എത്രയോ ആൾക്കാർ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പ്ലസ് എന്താവശ്യം വന്നാലും നമുക്ക് ഹെൽപ്പ് ലൈൻ ഡെസ്ക് ഉണ്ട്. എല്ലാം
കുറെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അത് മാത്രമല്ല എല്ലാ ദിവസവും സമയത്ത് ക്ലാസ് ഓൺ ആവും. എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഓഡിയോ അയക്കാം, നമുക്ക് എക്സാം കൊടുക്കാം, നമുക്ക് എല്ലാ രീതിയിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പൊ നമുക്ക് ഒരു സേവയുടെ ഒരു ഭാഗമാണ് നമ്മളും ഇതിനെ, ബിക്കോസ് ഒത്തിരിയും പേര് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ അകത്ത് കോവിഡ് സമയത്താണ് ജോയിൻ ചെയ്തത്. അതൊരു ബ്ലെസ്സിങ് ആയി ഞങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയത്. അത് മാത്രമല്ല സേവ ചെയ്യാനും കിട്ടി, കുറെ പേരെ പഠിപ്പിക്കാൻ കിട്ടി, കുറെ പേർക്ക് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തു. കുറെ പേര് ഇപ്പൊ സ്മിതാജി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം നാട്ടില് ഒരുമിച്ച് ഒരു സെഷനിൽ വന്നായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 150-200 ആൾക്കാരെ ഞങ്ങള് ബുക്കൊക്കെ കൊടുത്ത് ഞങ്ങള് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറെ പേര് ജോയിൻ ചെയ്തു ഗീത പരിവാറില്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വിഷുണ്ട് പഠിക്കണം. പക്ഷെ അവിടെ വരെ എത്തത്തില്ല ഇത്. അപ്പൊ നമ്മൾ എങ്ങനെയും ഒക്കെ നമ്മുടെ ഈ സനാതന ധർമ്മം ഹെൽപ്പ് ചെയ്ത് എങ്ങനെയും നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യണം. എല്ലാ വീട്ടിലും ഗീത പഠിക്കാനുള്ള ഒരു കഴിവ് വേണം. എല്ലാ പിള്ളേരിലും ഇത് സ്പ്രെഡ് ചെയ്യണം. അപ്പൊ ഒക്കുന്ന പോലൊക്കെ ഞങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതിപ്പോ ലെവൽ 2 വരെ ആയി. ലെവൽ 3 ലെവൽ 4 എങ്ങനായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. ഒരു ദിവസം 40 മിനിറ്റ് എങ്ങനെയല്ലോ ഒരു 5 ദിവസം അറ്റൻഡ് ചെയ്യണം. പ്ലസ് ഇതിന്റെ വിവേചന സെഷൻ ഉണ്ട്. ഒക്കുന്ന പോലെയൊക്കെ നമ്മൾ സേവ ചെയ്ത് നമ്മുടെ ഈ ധർമ്മത്തെ നമ്മൾ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അതൊരു ഇച്ഛയാ. പ്ലസ് ഇത് നമുക്ക് വേണ്ടി തന്നെ, നമുക്ക് തന്നെ ഒരു ക്യൂറാ. ഇപ്പൊ രഞ്ജനിജിക്ക് അറിയാം ഏറ്റവും നല്ലത്. ഇത് നമുക്ക് എത്രയോ പേര് ഇപ്പൊ L4 L3 L4 ഞങ്ങൾ പഠിപ്പിക്കുന്ന എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട് ഇതിന്റെ അകത്ത്. ആക്ച്വലി അവരൊക്കെ പറയുന്ന ഭഗവത്ഗീത ഒരു സ്ട്രെസ് റിലീവറാ. സത്യം പറഞ്ഞ ഇത് നമുക്കൊരു ക്യൂർ തന്നെ, ഒരു റെമഡിയാ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫിന് വേണ്ടി. ഇതൊരു ഹീലിംഗുമാ സത്യം പറഞ്ഞ. ഏത് സിറ്റുവേഷനിലും നമ്മൾ ഈ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ഒരു മെന്റൽ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സ്ട്രെസ്ഫുൾ ലൈഫില് നമുക്കൊരു നല്ല ഒരു സത്യം പറഞ്ഞ ഭഗവാൻ തന്ന ഒരു നിധിയാ. അത് നമ്മൾ സൂക്ഷിച്ച് രക്ഷിച്ച് കൊണ്ട് നടക്കണം. അത് മാത്രമല്ല നമുക്ക് നല്ല ഒരു പീസും ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മൾ അറ്റാച്ച്ഡ് ആവും തോറും, നമ്മുടെ കർമ്മം ചെയ്യും തോറും നമ്മൾ കൂടുതൽ ഡിറ്റാച്ചും ആവുന്നുണ്ട്. എല്ലാ സിറ്റുവേഷനിലും ഇമോഷണൽ ഒരു ഡിറ്റാച്ച്മെന്റും വരും. നമുക്ക് എല്ലാ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ നമുക്ക് ഭഗവാൻ ഒരു കഴിവ് തരുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ്ങാ സത്യം പറഞ്ഞ. ഭഗവാൻ നമുക്ക് തന്ന ഒരു ബ്ലെസ്സിങ്ങാ. അതപ്പൊ അത് ഏറ്റവും എടുത്തു നടന്ന് നല്ലോണം കംപ്ലീറ്റ് ചെയ്യണം. അതൊരു റിക്വസ്റ്റ് എല്ലാവരുടെയും. പിന്നെ ഒക്കുന്ന പോലെ സേവയും തരണം. ഏത് സേവയായാലും കുഴപ്പമില്ല. ഒരു കോളിംഗ് ടീം ആയാലും ശരി, നമ്മുടെ ഫാമിലി ആയാലും ശരി, നെയ്ബേഴ്സ് ആയാലും ശരി, പിള്ളേരായാലും ശരി. ഇപ്പൊ നാട്ടിൽ തന്നെ എത്രയോ എടുത്ത് പഠിച്ച ആൾക്കാരെ, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പിള്ളേരെ ഇങ്ങനെ കൂട്ടിലിരുത്തി അവര് പഠിപ്പിക്കുന്നുണ്ട് ഭഗവത്ഗീത. ഒരു ചാപ്റ്റർ അല്ലെ 2 ചാപ്റ്റർ. മെയിൻ ഇമ്പോർട്ടന്റ് നമ്മുടെ ഈ യങ് ജനറേഷനെ നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ പഠിക്കുകയും ചെയ്യണം. അത് നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലും ആൾക്കാർ പഠിക്കും അതിന്റെ കൂടെ തന്നെ. അങ്ങനെ പറയുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി സൊസൈറ്റിക്കും നമ്മൾ ഇതൊരു സേവ പോലെ ചെയ്യണം. അതൊരു റിക്വസ്റ്റാ. അത്രേ ഉള്ളൂ. സ്മിതാജി കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. എന്തായാലും സുധാജി, യെസ് ഭയ്യ. ഭഗവത്ഗീത സാക്ഷാത് സുധയാണ്, അമൃതമാണ്. അത് സ്ട്രെസ് റിലീവറു അങ്ങനെ പറയാം. പക്ഷേ സത്യത്തില് പരമാമൃതമാണ്. ഭഗവത്ഗീത കുടിക്കുന്നവർക്ക് പിന്നെ ജന്മം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. അവര് സാക്ഷാത് ഭഗവാനായി തീരും. അതുകൊണ്ട് നമുക്ക് അതൊരു അനുഭവം ഭഗവാൻ തന്നെ നമുക്ക് തരും. ഭഗവത്ഗീത ഭഗവാൻ പറയുന്നു, by the knowledge of Bhagavad Gita, I rule all the universes. So I am the governor of all universe with the help of the knowledge of Bhagavad Gita. So നമുക്ക് ആ ജ്ഞാനം വന്നാലേ നമുക്ക് പൂർണ്ണമായ ബോധം വരും. അതാ നമ്മൾ എത്രയോ പഠിക്കുന്നുണ്ട്. എത്ര പഠിച്ചാലും നമുക്ക് തോന്നും നമുക്കൊന്നും അറിയത്തില്ലെന്ന്. പക്ഷെ ഓരോ ശ്ലോകത്തിൽ എത്രയോ മീനിങ്സ് ഉണ്ട്. എത്രയോ നല്ലതായി സത്യം പറഞ്ഞ. നമുക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ ഭഗവത്ഗീത, ഞങ്ങളുടെ കയ്യില് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ സൂക്ഷിച്ചാ മതി. രഞ്ജിനിജി, സ്മിതാജി, താങ്ക് യു. ശ്രീധർ ഭയ്യ, താങ്ക് യു. രഞ്ജിനിജി, you're always welcome. You're always welcome. സ്മിതാജി, രഞ്ജിനിജി, ഞങ്ങളുടെ ബാച്ച് കോർഡിനേറ്റർ ഉണ്ട് പത്മപ്രിയാജി. പത്മപ്രിയാജി ഉണ്ട്. വെൽക്കം പത്മപ്രിയാജി. Please give some. Jai Shri Krishna everyone. Jai Shri Krishna. Jai Shri Krishna Sudharagan. Jai Shri Krishna to everybody, Rajni Didi, Smita Didi, and Jai Shri Krishna Sudha Didi. And
Small thing. Congratulations to all the sadhakas for completing the two levels of the 4-level Gita journey. You have come midway. A very hearty congratulations and a big achievement. And here I would like to add a very hearty congratulations to the faculty also. From day one to the Anandotsav day, they have taken the batch so smoothly, so efficiently throughout the batch. A hearty congratulations to the faculty also. And as Sudha Didi has said, it is all the blessings of Krishna that we are here. It's not that we are learning Gita or we are doing this seva or we are doing this thing. No, he has chosen us. He has brought us to this doorstep. So what we can do in return to him is to continue this journey and not leave it in between. Complete the learning of how to read the 700 slokas of the Bhagavad Gita. That's a small gift which we can give it back to him. First and foremost, our whole attention should be on the fact that we have to complete this 4-level journey. We have to completely learn how to read the 700 slokas of the journey. The next thing is to give a seva or not, that is individual choice. But first is to read. And with the reading, I would just like to add one thing. Just try to learn one shloka a day. It's not that you have to learn, you have to give an exam, you have to come up as a sevi. That is a different issue. But just learn one shloka a day and read one adhyaya a day. You have around 2 weeks of gap between the today and the day of your 3rd level starting. Please utilize that 2 weeks. Read one adhyaya a day. You have completed 6 adhyayas. Read those slokas read those chapters thoroughly. 1 adhyaya a day. If you have time, you can go for 2 adhyayas, 3 adhyayas. But those are the simplest, easiest adhyayas of the 80. If you master those 6 adhyayas, learning of the next 12 adhyayas becomes very easy. So first, learn them, master those 6 adhyayas, and learn by heart 1 shloka a day. Small thing, it's not a big event, small thing. Learn by heart 1 shloka. You can write it on a piece of paper. You can write the meaning also in between. They say if you know the meaning, learning by heart the shloka becomes very easy. Write it on your paper and revise that shloka throughout the day. If you take that paper along with you throughout the day. Even if you forget a syllable, if you forget one anuswara and pronunciation, you can always do a quick reference to that slip of paper. If you don't have that paper, then again if you forget something, you have to go up, pull out the book or the PDF. Then sometimes we might feel lazy. So the best thing is write it on a piece of paper and carry that paper throughout the day. You'll notice by the end of the day, you have learned 1 shloka. Next day, repeat the same process with another shloka. Revise the previous day's shloka, learn the new shlokas. End of day 2, you will see that you have learned by heart 2 shlokas. 3rd day, same thing. Revise 2 shlokas, learn a 3rd shloka. As the days goes by, your mind becomes so alert that it starts to revise 2 to 3 shlokas per day every. That is the simplest thing you can do in learning these shlokas by heart. And the one more advantage you have is if you keep on revising those shlokas, your mind becomes very alert and it doesn't go to unnecessary things. It doesn't go. It is always directed towards Gita, towards Krishna. It becomes Krishnamaya. So such a beautiful gift which we can give to ourselves. Be with Krishna the whole day. That way you will learn these shlokas, you will learn by heart the shlokas, and you will learn to read the adhyaya without any mistake. That's a small gift you can give it to yourself. Don't forget to read 1 adhyaya a day, and please do not leave this journey in between. Level 3, level 4 accepted. There are longer duration levels, but please try to complete those levels. That is the test which Krishna puts us in. Like how far is our dedication of learning these Bhagavad Gita shlokas. So please do not leave this journey in between. And yes, if you give the exam and come up as trainers, the Malayalam faculty does need a lot of trainers and the faculty. So please come up as trainers, come up as sevis. See, you have learned Bhagavad Gita
in the Malayalam language, in your comfort zone, the time zone. There are many people who cannot learn Bhagavad Gita in that selected time slot in Malayalam language because number of groups, Malayalam groups are very less. If you come up as text, if you come up as trainers, if you come up as savis, if you come up as group coordinators, more and more Malayalam groups will be started, and more people will be able to learn Gita in Malayalam language. This is the small gift we can give to Gita Parivar. See, we are learning Gita and in the comfort of our home at our selected time. So the small thing we can do is become a Sevi. There's no hard and fast rule. You have to become a Sevi. But if you come back as a Sevi, that joy is a different thing. So it is up to you whether you want to come back as a Sevi or not. But one thing which I request each and every one of you, please do not leave this journey in between. Complete this 4-level journey. All the best to your Gita journey. Jai Shri Krishna. Thank you so much, Padma Priya. Thank you. Smita ji, Yes. could you translate? You can please translate. You can translate this. Please translate for the participants. Just Didi, just tell them about the one sloka reading and one adhyaya reading. That I have told in all my groups. So please tell your sadhakas also. പത്മപ്രിയജി പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു ശ്ലോകം വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അത് എഴുതി പഠനം എന്ന് പറയുന്നത് ഇത് എൻ്റെ വാക്കുകളാണ്. പഠനം എന്ന് പറയുന്നത് പല രീതിയിൽ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. കേട്ട് പഠിക്കുന്നതുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്. അത് അവരവർക്ക് പറ്റുന്ന രീതിയിൽ അത് ഒരു ശ്ലോകം ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര 700 ശ്ലോകങ്ങളാണ് ആകെയുള്ളത്. അത്രയും ശ്ലോകങ്ങൾ ഇപ്പൊ ഇനി ഇൻ ബിറ്റ്വീൻ ഇപ്പൊ നമ്മുടെ ഇനി അടുത്ത ക്ലാസ്സുകൾ തുടങ്ങാൻ മാർച്ച് 29th അടുത്ത ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഇതുവരെ പഠിച്ച 6 ചാപ്റ്ററുകൾ അത് നിങ്ങൾ ഓരോ അത് നന്നായി പഠിക്കുക. പിന്നെ അർത്ഥം മനസ്സിലാക്കുക. അർത്ഥവിവേചന ക്ലാസ്സുകളുണ്ട്, അതിൽ പങ്കെടുക്കുക. ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഡൂയിങ് സേവ, അത് സെക്കൻഡ് പാർട്ടാണ്. അത് നമുക്ക് നമ്മളാൽ കഴിയുന്ന നമ്മൾ എന്ത് നമുക്ക് ഗീതാ പരിവാർ തന്നോ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സേവ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് മറ്റുള്ളവർക്ക് എന്താണ് പഠിപ്പിക്കുക. ഇത് മാത്രമല്ല, കോളിംഗ് ടീമുണ്ട്, കുറേ അധികം സേവകളുണ്ട്. ഇപ്പൊ നോക്കിയാൽ തന്നെ ശ്രീധർജി ഉണ്ട്, രഞ്ജിനി മാം ഉണ്ട്, ഇവരൊക്കെ ബിജുജി ഉണ്ട്. ഇവരൊക്കെ തന്നെ നമ്മൾ സേവ ചെയ്യുന്നത് അവര് പഠിച്ചു. ഇപ്പോ ഓരോ ലെവൽ 3 ലെവൽ 4 പഠിച്ചുകൊണ്ടാണ് അവർ ഈ സേവ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കും ഇപ്പോ തന്നെ നിങ്ങളുടെ സേവ തുടങ്ങാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ അതിലേക്ക് വന്നില്ല. ഓക്കെ പത്മപ്രിയജി, താങ്ക് യു. Thank you, Didi. Thank you so much. I'll take your leave, Didi. Okay, thank you. Jai Shri Krishna to everybody. Jai Shri Krishna. Jai Shri Krishna. Yes. അപ്പോ വെൽക്കം ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇതില് പ്രധാനമായിട്ടും വെൽക്കം സ്പീച്ച് നമ്മൾ അതിനിടയ്ക്ക് സുധാജി വന്നു. സുധാജി ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുധാജിക്ക് തിരക്കില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്കൊരു ക്ലാസ് ഉണ്ട് 9 മണിക്ക്. പക്ഷെ ഓക്കെ, അപ്പൊ കുറച്ചു നേരം കൂടി നമ്മുടെ കൂടെ കാണും. അപ്പൊ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സുധാജിക്ക് ഹാർട്ടി വെൽക്കം. പിന്നെ നമ്മുടെ ബിജുജി ഉണ്ട്. ബിജുജിയെ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ലെവൽ 1 ഇന്റേൺ ട്രെയിനർ ആയിരുന്നു, ഇപ്പോ കോ ട്രെയിനർ ആയിരിക്കുന്നു. അദ്ദേഹത്തിനെയും ഈ ആനന്ദോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്മപ്രിയജി, രഞ്ജിനിജി, ശ്രീധർജി, എല്ലാവരെയും ഞാൻ ഈ ആനന്ദോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ആനന്ദോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അതിമൂലം തുടങ്ങുന്നതേ ഉള്ളൂ. ഗുരുവന്ദനം രമണീജി ചെയ്യുന്ന.
രമണിജി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. യസ്യ ദ്വിരദവക്ത്രാദ്ധ്യാ പാരിഷദ്യപരശരം വിഘ്നം നിഘ്നന്തി സതതം വിക്ഷസേനം തമാശ്രയേ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകന്മഷം പരാശരാത്മജം വന്ദേ സുഗതം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധിയേ വസിഷ്ഠായ നമോ നമഃ. വേദവ്യതിതനാഥായ പരാശരസുതായ ച സുഖായാനന്ദരൂപായ തസ്മൈ വ്യാസായ തേ നമഃ. ചതുർവദനോ ബ്രഹ്മാദിബാഹുരപരോ ഹരി അപാലലോചന ശംഭോർഭഗവാൻ പാദരായണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവ ശ്രീ ഗുരുവേ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന നമഃ. ഓം ശ്രീ ഗുരുവേ നമഃ. ജയ് ശ്രീകൃഷ്ണ. വളരെ നന്നായി അവതരിപ്പിച്ചു. അടുത്തത് ഗണേശവന്ദനമാണ്. ഗണേശവന്ദനം കവിതാജി. മനോജ് അൺമ്യൂട്ട് ചെയ്തോളൂ. ഹരി ഓം. ഹരി ഓം. ജയ് ശ്രീകൃഷ്ണ. നമസ്കാരം എല്ലാവർക്കും. ഹരി ഓം. സുധ മാമിന് ഞങ്ങൾ പേഴ്സണലി അറിയാം. ഹരി ഓം. ഞങ്ങൾ ഒന്നിച്ച് ഇതേപോലെ വിഷ്ണു സഹസ്രനാമം ബാച്ചിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ശ്രീകൃഷ്ണ. കവിതാജി, ഞാൻ തപ്പ് വരുന്നു. കവിതാജി ഞങ്ങളുടെ ഒരു വലിയ ഗുരു. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒന്നിച്ച് വിഷ്ണു സഹസ്രനാമം പഠിച്ചത്. ഇപ്പൊ കവിത മാം ഇപ്പൊ നല്ലോണം ബി ബാച്ച് മീനിങ്സ് പഠിപ്പിക്കുന്നുണ്ട്. തുടങ്ങാൻ എടുക്കാൻ പോകുന്നു. ഭഗവാൻ വഴിയെത്തി തന്നു. നല്ല ഒരു സോഷ്യൽ വർക്കറാ. കുറെ പണി എടുക്കുന്നുണ്ട്. കവിതാജി കണ്ടത് നല്ല സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ശ്രീധർജി മാം, സ്മിത മാമും നല്ല എപ്പോഴും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. എല്ലാവരോടും താങ്ക്സ് ചൊല്ലാം. ഹരി ഓം. വസുദേവസുതൻ ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീകൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ നമഃ. ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗണേശവന്ദന. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീതസാദനം. പ്രണോ ദേവി സരസ്വതി വാചേഭിർവാചിനീവതി ധീനാമവിത്രയവതു. ഗണേശായ നമഃ. സരസ്വത്യേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു. ജയ് ശ്രീകൃഷ്ണ. വളരെ നന്നായി അവതരിപ്പിച്ചു കവിതാജി. താങ്ക് യു. ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ ഈ സെഷൻ. ഇതെങ്ങനെയാണ്? ഒരു സരസ്വതി വന്ദനം കൂടി എടുത്തിട്ടാണെങ്കിൽ അതിനുള്ള സമയം കിട്ടുമോ? വീണ്ടും ജോയിൻ ചെയ്യാം. ഇപ്പൊ എൻഡ് ചെയ്യാം. സെഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവരും റീജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ. ജയ് ശ്രീകൃഷ്ണ.